അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടി പ്രഖ്യാപിക്കുകയും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെ കൊല്ലപ്പെട്ടെന്ന വാർത്തകൾ പുറത്തുവരികയും ചെയ്തതോടെ ലോകം ഉറ്റുനോക്കുന്നത് ഇറാന്റെ സൈനിക കരുത്തിലേക്കാണ്. പ്രത്യേകിച്ച് ഇറാന്റെ വരേണ്യ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അവരുടെ സന്നദ്ധ സേനയായ ബസീജ് എന്നിവരെ കുറിച്ച്. IRGCയോട് ആയുധം താഴ്വെക്കാൻ ട്രംപ് ആവശ്യപ്പെടുമ്പോൾ ഈ വിഭാഗങ്ങളുടെ ഘടനയെയും സ്വാധീനത്തെയും വിലയിരുത്തുന്നതിൽ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. IRGC വെറും ഒരു സാധാരണ സൈന്യമല്ല. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം വിപ്ലവത്തെ സംരക്ഷിക്കാനായി രൂപീകരിച്ച ഒരു സമാന്തര സൈനിക ശക്തിയാണ്. ഇറാന്റെ ഔദ്യോഗിക സൈന്യമായ അർട്ടേഷ് രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുമ്പോൾ ഇറാന്റെ രാഷ്ട്രീയ ഭരണ സംവിധാനത്തെയും വിപ്ലവ മൂല്യങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് IRGCയുടെ ദൗത്യം. വിലായത്തി ഫക്കീഹ് അഥവാ ഇസ്ലാമിക നിയമജ്ഞന്റെ സംരക്ഷണം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഈ സേന നേരിട്ട് ഇറാന്റെ പരമോന്നത നേതാവിനോട് മാത്രമാണ് മറുപടി നൽകാൻ ബാധ്യസ്ഥമായിട്ടുള്ളത്. ഏകദേശം 1.9 ലക്ഷം സജീവ സേനാംഗങ്ങളും റിസർവ് സേനയടക്കം 6 ലക്ഷത്തോളം സൈനികരുമുള്ള IRGC ഇറാന്റെ പ്രതിരോധത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന സേനയാണ്. രാജ്യത്തിന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും ആണവ പദ്ധതികളുടെ സുരക്ഷയും ഇവരുടെ നിയന്ത്രണത്തിലാണ്. കൂടാതെ ഇറാന്റെ അതിർത്തിക്ക് പുറത്തുള്ള പ്രത്യേക സൈനിക നീക്കങ്ങൾക്കായി ഖുദ്സ് ഫോഴ്സ് എന്നൊരു വിദേശ ഓപ്പറേഷൻ വിഭാഗവും ഇവർക്കുണ്ട്. 2019 അമേരിക്കയും 2026 ഫെബ്രുവരിയിൽ യൂറോപ്യൻ യൂണിയനും ഇവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് മറുപടിയായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സൈന്യത്തെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തെഹ്റാൻ പ്രതികരിച്ചത്. സൈനികമായ കരുത്തിനപ്പുറം ഇറാന്റെ സാമ്പത്തിക മേഖലയിലും IRGCക്ക് വലിയ സ്വാധീനമുണ്ട്. പ്രകൃതി വിഭവങ്ങൾ, ഗതാഗതം, ടെലികമ്മ്യൂണിക്കേഷൻ, ഖനനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ IRGCയുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് വലിയ കരാറുകളുണ്ട്. ഉപരോധങ്ങളെ മറികടക്കാൻ രാജ്യം സ്വീകരിക്കുന്ന ഈ മാർഗത്തെ റെസിസ്റ്റൻസ് ഇക്കോണമി എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരോട് കീഴടങ്ങാൻ ട്രംപ് ആവശ്യപ്പെടുന്നത് ഇറാന്റെ ഭരണകൂടത്തോട് തന്നെ പിരിഞ്ഞു പോകാൻ പറയുന്നതിന് തുല്യമാണ്. IRGCയുടെ ഭാഗമായ ബസീജ് എന്ന സന്നദ്ധ സേനയാകട്ടെ ഇറാനിലെ ഒരു വലിയ സാമൂഹിക ശൃംഖലയാണ്. ഏകദേശം 4.5 ലക്ഷം അംഗങ്ങളുള്ള ഈ ഗ്രൂപ്പ് സ്കൂളുകൾ, ഫാക്ടറികൾ, ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സജീവമാണ്. ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിലും ഇവർ പ്രധാന പങ്ക് വഹിക്കുന്നു. സമീപകാലത്ത് ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിൽ ഇവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 2009 ഗ്രീൻ റവല്യൂഷൻ, 2022-23 കാലഘട്ടത്തിലെ വുമൺ ലൈഫ്, ഫ്രീഡം പ്രതിഷേധങ്ങൾ എന്നിവ നേരിടുന്നതിലും ബസീജ് മുൻനിരയിലുണ്ടായിരുന്നു. പ്രത്യയശാസ്ത്രപരമായി കടുത്ത നിലപാടുള്ള ഈ അംഗങ്ങൾ കേവലം ശമ്പളത്തിന് വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ വിപ്ലവ ആശയങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. അതിനാൽ തന്നെ ഇത്തരമൊരു വിഭാഗത്തെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുക എന്നത് ട്രംപിന് എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല. നിലവിൽ ട്രംപ് പ്രയോഗിക്കുന്നത് മാക്സിമം പ്രഷർ തന്ത്രത്തിന്റെ സൈനിക പതിപ്പാണ്. IRGC അംഗങ്ങൾ കീഴടങ്ങിയാൽ മാപ്പ് നൽകുമെന്നും അല്ലാത്ത പക്ഷം മരണം ഉറപ്പാണെന്നുമാണ് ഭീഷണി. സൈന്യത്തിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കി ഭരണം അട്ടിമറിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ഇറാന്റെ സാമ്പത്തിക സാമൂഹിക ഘടനയിൽ അത്രമേൽ വേരൂന്നി ഈ സൈനിക വിഭാഗങ്ങളെ അടിച്ചമർത്തുക എന്നത് എളുപ്പമല്ല. സൈനികമായ മേൽക്കോയ്മ അമേരിക്കയ്ക്കുണ്ടെങ്കിലും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ പ്രസ്ഥാനത്തെ ആശയപരമായി നേരിടുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്.